ഹലോ. പ്രോക്രാസ്റ്റിനേഷൻ ദ സൈലന്റ് കില്ലർ. നമ്മൾ ഓരോരുത്തരും പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിക്കാറുണ്ട്. പ്ലാനിങ് ഉണ്ടാവും, ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിലപ്പോൾ എഴുതി പോലും വെച്ചിട്ടുണ്ടാവും. പക്ഷെ പലതും ചെയ്യാറില്ല. അത് നാളത്തേക്കാവട്ടെ പിന്നത്തേക്കാവട്ടെ എന്ന് വെച്ച് മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെ നാളേക്ക് മാറ്റിവെച്ച് ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്തു തീർക്കാൻ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടാവും. ഇത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ പ്രൊക്രാസ്റ്റിനേഷൻ ആണ് പലപ്പോഴും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കുന്നത് ഈ പ്രൊക്രാസ്റ്റിനേഷനാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ട്. അതെന്താണ്, എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകും. അപ്പോൾ പേടിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതൊരു രോഗാവസ്ഥയൊന്നുമല്ല കേട്ടോ. എല്ലാ മനുഷ്യരിലും ഉണ്ട് പ്രൊക്രാസ്റ്റിനേഷൻ. എല്ലാ ആൾക്കാരും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. പല കാരണങ്ങൾ കൊണ്ടാണ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ വിഷയത്തിനെ പറ്റി അവർക്ക് ഒരു ധാരണ ഉണ്ടാവില്ല, നോളജ് ഉണ്ടാവില്ല. ഇതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർ പിന്നത്തേക്ക് വയ്ക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. ചില ആൾക്കാർക്ക് ഇത് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട് ഫെയിലിയർ ആയെന്ത് പറ്റും, തോറ്റുപോയെന്ത് പറ്റും എന്നുള്ളൊരു പേടി കൊണ്ട്, ഫിയർ ഓഫ് ഫെയിലിയർ കൊണ്ട് അവർ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാം. ചിലർക്ക് ഡിസ്ട്രാക്ഷൻസ് ആണ്. ഒബിയസ്ലി നമ്മളിപ്പോൾ വി ആർ ലീവിങ് ഇൻ ദ വേൾഡ് ഓഫ് ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ നമ്മൾ റീലും മറ്റ് വീഡിയോസും പാട്ടൊക്കെ കേട്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും. ഇതെല്ലാം പുറമേ ചില ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഓവർവെൽംഡ് ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമല്ലോ, ഇതൊക്കെ ഞാൻ ചെയ്തു തീർക്കണോ എന്നുള്ളൊരു മനോഭാവമായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രൊക്രാസ്റ്റിനേഷന് കാരണമാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പുട്ടിങ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ടാവും, അത് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നതാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഇമോഷണൽ റെസിസ്റ്റൻസ്. ഒരു റെസിസ്റ്റൻസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇതുപോലെയാണ്. ക്രെഡിറ്റ് കാർഡിന് ലിമിറ്റ് ഉണ്ടാവും. അത് നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് അവസാനം ഇത്രയധികം എമൗണ്ട് അടയ്ക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴായിരിക്കും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് പ്രൊക്രാസ്റ്റിനേഷൻ ഇസ് ഓൾ അബൌട്ട്. ഈ പ്രൊക്രാസ്റ്റിനേഷനിൽ വരുന്ന കോമൺ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് കോസസ് ആണ്. ഒന്ന് സൈക്കോളജിക്കലും ട്രിഗേഴ്സും ഉണ്ട്, പിന്നെ പ്രാക്ടിക്കൽ ട്രിഗേഴ്സും ഉണ്ട്. എന്തൊക്കെയാണ് ഈ സൈക്കോളജിക്കൽ ട്രിഗേഴ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫെയിലിയർ തന്നെയാണ്. ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അതിൻ്റെ ഒരു റിസൾട്ടിനെ ഓർത്ത് പേടിക്കുക. രണ്ടാമത്തെ കാര്യം പെർഫെക്ഷനിസ്റ്റ്. പെർഫെക്റ്റ് ആയിട്ട് ചില ആൾക്കാർ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ. വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സാഹചര്യങ്ങളും കറക്റ്റായതിനു ശേഷം, എല്ലാം സെറ്റായതിനു ശേഷം ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് ഈസ് എ പെർഫെക്ഷനിസം. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ആ പറയുന്ന അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ വാട്ട് എവർ ഇറ്റ് ഇസ് അത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റാതെ വരും. പിന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇത് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ, ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. പിന്നെ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ട്രിഗേഴ്സാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ സൈക്കോളജിക്കൽ ട്രിഗേഴ്സ് ആണ്. പ്രാക്ടിക്കൽ ട്രിഗേഴ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ഗോൾ സെറ്റിംഗ്. നമുക്കൊരു ഗോൾ ഉണ്ടാവില്ല. എന്ത് ചെയ്യണം, എന്താവണം, അല്ലെങ്കിൽ എന്താണ് ഞാനൊരു 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ടത്. ഒരു ലോങ് ടൈം ഗോൾ, ഷോർട്ട് ടൈം ഗോൾ, അല്ലെങ്കിൽ മിഡ് ടൈം ഗോൾ, വാട്ട് എവർ യു നെയിം ഇറ്റ്, യുനോ, ഒരു ഗോളേ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ ട്രിഗറായിട്ട് വരും. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുവർ എൻവറോൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വരുന്നതല്ല കേട്ടോ. നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സിലായിരിക്കും നമ്മളുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ അത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ നോട്ട് നെസസറിലി സ്മാർട്ട് ഡിവൈസസ്, ആൾക്കാരുമായിരിക്കാം. ഇപ്പം നെഗറ്റീവ് എൻവറോൺമെൻ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള തോട്ട്സും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരോടൊപ്പം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒബിയസ്ലി അത് നിങ്ങളുടെ ജോലിയെയും പഠിത്തത്തെ എല്ലാം ബാധിക്കുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഓഫ്കോഴ്സ് സ്മാർട്ട് ഫോൺ. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതാണ്. ഈവൻ ഈ വീഡിയോ വരെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ സ്മാർട്ട് ഫോണിലാണ്. അപ്പോൾ ആ സ്മാർട്ട് ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ്, അതിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാം. ദീസ് ആർ ദ പ്രാക്ടിക്കൽ ട്രിഗേഴ്സ്. അപ്പോൾ ഇതാണ് 2 കോമൺ ആയിട്ടുള്ള കോസസ് വരുന്നത്. ടൈപ്പ് ഓഫ് പ്രൊക്രാസ്റ്റിനേറ്റേഴ്സ് ആയിരിക്കാൻ നോക്കുക. അതിൽ ടൈപ്സ് ഓഫ്, അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് അവോയ്ഡർ. പേര് പറയുന്ന പോലെ അവർ അവോയ്ഡ് ചെയ്യും. അവർക്ക് താല്പര്യമില്ല. ആ താല്പര്യമില്ലായ്മ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തിനും അത് ചെയ്ത് തെറ്റ് വരുത്തണം, ഞാൻ എന്തിനും അത് ചെയ്ത് ആ ഒരു ഫെയിലിയർ മൊമെൻറ്റിലേക്ക് ഞാൻ പോകണം, ആ ഒരു കരുതൽ. ശരിക്കും അവർ അവോയ്ഡ് ചെയ്യുന്നത് കരുതലുകൊണ്ടാണ്. പക്ഷെ അവർ പോലും മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവോയ്ഡർ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ജോലി തന്നെ ആയാലും അത്
മിസ്റ്റേക്സിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൈക്കിൾ ഔട്ടുന്ന ആളാണെങ്കിൽ പോലും ആദ്യമൊക്കെ നമ്മൾ സൈക്കിൾ ഔട്ടുമ്പോൾ വീണിട്ടുണ്ട് ഇല്ലേ? ഒരു കുട്ടി ജനിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ആ കുട്ടി വീണിട്ടുണ്ട്. അപ്പോൾ വീഴുന്ന കുട്ടി ചിന്തിക്കുകയാണ്, പക്ഷേ എത്ര പ്രാവശ്യമായി വീണു, ഇനി ഞാൻ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അതേപോലെയാണ് അവോയ്ഡേഴ്സ്. ഈ അവോയ്ഡേഴ്സ് എപ്പോഴും സേഫ് സോണിൽ കിടന്ന് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. രണ്ടാമത്തെ കാറ്റഗറി പറയുന്ന ആൾക്കാർ പെർഫെക്ഷനിസ്റ്റ് ആണ്. അവർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് വേണ്ടിയും എല്ലാം പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. എല്ലാ ഡീറ്റെയിൽസും കിട്ടിയില്ലല്ലോ ഈ കാര്യം ചെയ്യാൻ, ഈ അസൈൻമെൻറ്റ് ചെയ്യാൻ എനിക്ക് എല്ലാ കാര്യം ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല, എനിക്ക് ഇന്ന ഡീറ്റെയിലും കൂടി കിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ എനിക്ക് ഇന്നൊരു ഡീറ്റെയിൽ, അല്ലെങ്കിൽ ഈ ബിസിനസ് തുടങ്ങാൻ എനിക്ക് ഇന്ന എല്ലാത്തിനും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് മുതൽ എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാം പെർഫെക്റ്റ് ആയി, എല്ലാ എൻവറോൺമെൻറ്റലും ടെക്നിക്കലും നോൺ ടെക്നിക്കലുള്ള എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയതിനു ശേഷം ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ആൾക്കാരാണ് ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCB എന്ന് പറയുന്നത്, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല പല സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതിൽ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കും, അത് മാത്രമേ പഠിക്കുള്ളൂ. ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് വിട്ടുകളയും. ചില ആൾക്കാർ ഈ മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് അതിൽ എളുപ്പമുള്ള മാത്സ് പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും, ടഫായിട്ടുള്ള വിട്ടുകളയും. അത് പഠിക്കാനോ അതെന്താണെന്ന് മനസ്സിലാക്കാനോ ശ്രമിക്കത്തില്ല. പക്ഷെ കാണുന്ന ആൾക്കാർ എന്താണ് മനസ്സിലാക്കുന്നത്, അപ്പോൾ ഈ കുട്ടി എപ്പോഴും ഭയങ്കര പഠിത്തത്തിൽ ഭയങ്കര ഫോക്കസ്ഡ് ആണല്ലോ, പഠിക്കുന്നുണ്ടാവും, പഠിക്കുന്നതൊക്കെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൽ തന്നെ ഉള്ള ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഇത് തന്നെ അഡൽറ്റ് നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് ചെയ്യുന്നത്. അവിടെ ഉള്ള എളുപ്പമുള്ള വർക്കുകളൊക്കെ ആദ്യം ചെയ്യും. ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടി ഫോക്കസ് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പെൻഡിങ്ങിൽ വയ്ക്കും. സോ ദീസ് ആർ ദ ബിസി ബീസ്. മറ്റുള്ളവർ കാണുമ്പോൾ ഭയങ്കര ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ ബിസി ആയിട്ട് പഠിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ദേ ആർ നോട്ട് ഡൂയിങ് ദ ആക്ച്വൽ വർക്ക്, ദേ ആർ നോട്ട് ഡൂയിങ് ദ കംപ്ലീറ്റ് വർക്ക്. ആ വർക്ക് മുഴുവനും അവർ തീർക്കണ്ടാവില്ല. ഇതാണ് BCB എന്ന് പറയുന്നത്. വേറൊരു കാറ്റഗറി ഉള്ള ആൾക്കാരാണ് ഡ്രീമർ. പേര് പറയുന്ന പോലെ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ്. എനിക്കൊരു 3 BHK ഹൗസ് വേണം, എനിക്ക് ഇന്ന ബ്രാൻഡ് കാറ് വേണം, എനിക്ക് ഇന്ന ബ്രാൻഡ് വാച്ച് ഞാൻ ഉപയോഗിക്കണം, എനിക്ക് എബ്രോഡ് ടൂറ് പോകണം, എനിക്ക് ഇന്ത്യ മൊത്തം കറങ്ങി കാണണം. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ ആ സ്വപ്നമായിട്ട് മാത്രം നിൽക്കുള്ളൂ. ഇവർ സ്വപ്നം കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ സ്വപ്നത്തിന് വേണ്ടി എഫേർട്ട് ഇടാനോ അതിനുവേണ്ടി എന്ത് ആക്ഷൻ എടുക്കാനോ അവർ തയ്യാറാവില്ല. അതാണ് ഡ്രീമർ കാറ്റഗറിയിൽ പെടുന്ന ആൾ. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ ടൈപ്പിൽ പെടുന്ന ഒരു പ്രൊക്കാസ്റ്റിനേറ്റർ ആണ് ക്രൈസിസ് മേക്കർ. ഈ ക്രൈസിസ് മേക്കർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവസാന നിമിഷം വരെ ഇവർ വെയിറ്റ് ചെയ്യും. ഇവർക്ക് ചെയ്യാൻ പറ്റും. ഇവർ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറിൻ്റെ പീക്കിൽ ആയിരിക്കും നമ്മളത് ചെയ്യാം. അതുവരെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവില്ല. ഒരു വളരെ ലളിതമായ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ടാവും. ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ടല്ലോ, നീട്ടം കൂടുതലായിരുന്നു. അതിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഓക്കെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്ന് നോക്കും, എന്നിട്ട് അത് നീക്കി വയ്ക്കും. ലാസ്റ്റ് ഡേറ്റിൻ്റെ നിമിഷമായിരിക്കും നമ്മൾ ചിന്തിക്കുക, അയ്യോ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, എൻ്റെ പൈസയ്ക്ക് വേണ്ടി നമ്മൾ അന്വേഷിക്കുന്നു. അപ്പോൾ ഇവർ ലാസ്റ്റ് മിനിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ പ്രഷർ പീക്കായി നിൽക്കുന്ന സമയത്ത് ചെയ്യാനുള്ള ഉത്സാഹം കാണിക്കുന്ന ആൾക്കാരാണ് ഈ ക്രൈസിസ് മേക്കർ. അപ്പോൾ ഈ ക്രൈസിസിൻ്റെ മെയിൻ കാരണം ഇവർ പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ദീസ് ആർ ദ ടൈപ്പ് ഓഫ് പ്രൊക്കാസ്റ്റിനേറ്റേഴ്സ്: പെർഫെക്ഷനിസ്റ്റ്, അവോയ്ഡർ, BCB, ഡ്രീമർ, ക്രൈസിസ് മേക്കർ. അപ്പോൾ ഈ പ്രൊക്കാസ്റ്റിനേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായി ഉടനീളം നിൽക്കുവാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ക്രോണിക് സ്ട്രെസ് ആണ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ക്രോണിക് സ്ട്രെസ്, വെറും സ്ട്രെസ്സല്ല, ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കും. അതായത് നമുക്ക് ഉറക്കമില്ലായ്മ, ഹെൽത്ത് ഇഷ്യൂസ്, ആൻസൈറ്റി, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടും. മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് അവസരങ്ങൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് കൈവിട്ടു പോകും. മൂന്നാമത്തെ കാര്യം, സാമ്പത്തികമായ ഒരുപാട് ലോസസ് ഉണ്ടാവും. കറക്റ്റ് ടൈമിൽ ബില്ല് പേ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. സോ ഫിനാൻഷ്യൽ ലോസസ്. പിന്നെ ഫ്രിക്ഷൻസ് ഇൻ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിൽ, അതിപ്പോൾ സുഹൃത്ത് ബന്ധമാവാം, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആവാം, അല്ലെങ്കിൽ എനി റിലേഷൻഷിപ്പിൽ ഫ്രിക്ഷൻസ് ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല, പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിലും എഫക്റ്റ് ചെയ്യും ടോട്ടൽ റിലേഷൻഷിപ്പ് തന്നെ. ഇതൊക്കെയാണ് കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇത് മറികടക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് 5 മിനിറ്റ് റൂൾ. 5 മിനിറ്റ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല കേട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യത്തെ 5 മിനിറ്റ് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം, 5 മിനിറ്റ് നേരത്തേക്ക് ഞാനിത് ചെയ്യാൻ പോവാണ്. For the 5 minutes without any distractions, without any interruptions,
ഞാനിത് ചെയ്യാൻ പോവുകയാണെന്ന് സ്വയം മനസ്സിൽ പറഞ്ഞ് അത് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുക. 5 മിനിറ്റ് നേരം അത് ചെയ്യുക എന്നുള്ളതാണ് 5 മിനിറ്റ് റൂളോട് ഉദ്ദേശിക്കുന്നത്. അത് എന്ത് ടാസ്കും ആവാം, അത് നിങ്ങൾക്ക് ചെയ്യുക എന്നുള്ളതാണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്, ഞാനപ്പോൾ 5 മിനിറ്റ് നേരം പുഷപ്പ് അടിക്കും, ഞാൻ 5 മിനിറ്റ് നടക്കും എന്നുള്ളതാവാം. സോ ദിസ് ഇസ് എ 5 മിനിറ്റ് റൂൾ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് ടാസ്ക് ഇൻ ടു മൈക്രോ സ്റ്റെപ്സ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മൈക്രോ സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെറിയ രീതി സ്മോൾ പീസസ് ആക്കാം. നിങ്ങൾക്ക് വലിയൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ ആദ്യം ഉണ്ടാക്കുക. പിന്നെ അതിൻ്റെ റിസർച്ച് പോയിന്റ്സ്, നിങ്ങൾ കുറച്ച് പോയിന്റ്സ് റിസർച്ച് ചെയ്ത് വയ്ക്കാം. രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം. നാലാമതായിട്ട് അതിൻ്റെ ഒരു വിഷ്വൽ പവർ പോയിന്റ് പ്രസൻറ്റേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രേക്കിംഗ് ഇൻ ടു മൈക്രോ സ്റ്റെപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് 2 മിനിറ്റ് മോർണിംഗ് പ്ലാൻ ആണ്. 2 മിനിറ്റ് മോർണിംഗ് പ്ലാനോട് ഉദ്ദേശിക്കുന്നത് രാവിലെ എഴുന്നേറ്റതിന് ശേഷം നേരത്തെ എഴുന്നേക്കുക എന്നുള്ളതാണ്. അതായത് 6 മണിക്ക് എണീക്കുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ, അപ്പോൾ 6 മണി ആവാൻ 2 മിനിറ്റിന് മുമ്പേ എണീക്കുക എന്നുള്ളതാണ്. അതാണ് 2 മിനിറ്റ് റൂൾ. 6 മണി ആവാൻ 2 മിനിറ്റ് ബാക്കി നിൽക്കെ നിങ്ങൾ എണീക്കുക എന്നുള്ളതാണ് 2 മിനിറ്റ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുന്നേറ്റതിന് ശേഷം അതിൽ ഫോക്കസ് ഓൺ പ്രയോറിറ്റീസ്. 3 പ്രധാനപ്പെട്ട പ്രയോറിറ്റീസ്, അന്നത്തെ ദിവസം ചെയ്തു തീർക്കേണ്ട 3 പ്രധാനപ്പെട്ട പ്രയോറിറ്റീസ് നോട്ട് ചെയ്ത് വെക്കാം. അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് 2 മിനിറ്റ് മോർണിംഗ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻ. ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അവിടെ നിങ്ങൾ ഉറപ്പുവരുത്തുക സ്മാർട്ട് ഫോൺ ഡിവൈസസ് ഇല്ലാതെ, അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോൾസോ അതൊന്നും ഇല്ലാത്ത ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് വേണം നിങ്ങൾ ചെയ്യാൻ. ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നിങ്ങൾ ചെയ്യാൻ നോക്കുകയാണ്. എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റ് അക്കൗണ്ടബിലിറ്റി. നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി, ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും ആ പ്യുവർ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ചില രീതികളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാമെന്നുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, എന്തിനും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാറ്റസ് ഇടാം. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് തീർക്കും, വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇനിയിപ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടണമെന്നില്ല, നിങ്ങൾക്ക് ബുക്കിൽ ഡയറിയിൽ എഴുതി വയ്ക്കാം. ഒരു A4 പേപ്പറിൽ അത് എഴുതി സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ വിസിബിൾ ആവുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ റിമൈൻഡർ സെറ്റ് ചെയ്യാം. ആ ഫോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനോടോ അല്ലെങ്കിൽ അതേപോലത്തെ നിങ്ങൾ ഫെസിലിറ്റീസ് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞു വയ്ക്കാം. അപ്പോൾ അവർ നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അക്കൗണ്ടബിൾ ആവാം. അപ്പോൾ അങ്ങനെ നമ്മൾ വരുമ്പോൾ പലപ്പോഴും എന്തായി എന്ന് നമ്മൾ നോക്കുകയും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരോട് പറയും ഞാൻ എന്തായാലും ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ 3 മാസത്തിനുള്ളിൽ എൻ്റെ ബിസിനസ് പ്ലാൻ റെഡിയാക്കി ഞാനത് പ്രസൻറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെയും അക്കൗണ്ടബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചില രീതികൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. കാരണം നമ്മളൊരു സുഹൃത്തിനോട് പറയുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ പാരൻസിനോട് പറയുകയാണ്, ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ബിസിനസ് പ്ലാൻ, ഞാനത് 3 മാസം കൊണ്ട് ഞാൻ ഫുൾ ബിസിനസ് പ്ലാൻ റെഡിയാക്കിയിട്ട് ഐ വിൽ ബി പ്രസൻറ്റിങ് ടു ദ റെസ്പെക്റ്റീവ് അതോറിറ്റി. ആ ഫണ്ട് കിട്ടാൻ വേണ്ടി ആരെയാണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് അവർക്ക് ഞാൻ അപ്രോച്ച് ചെയ്തിരിക്കും എന്ന് നിങ്ങളുടെ വീട്ടുകാരോട് പറയുകയാണെങ്കിൽ അവരെ ഓർപ്പിക്കും. ചിലപ്പോൾ പരിഹാസത്തോടു കൂടിയായിരിക്കും എന്താണ് അതിൻ്റെ ബിസിനസ് പ്ലാനൊക്കെ എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ മോട്ടിവേറ്റിംഗ് ആയ രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ദേ മേ ആസ്ക്, ബട്ട് എനിവേ ദേ വിൽ ബി കീപ്പ് ഓൺ ആസ്കിങ് എന്തായി നിൻ്റെ ബിസിനസ് പ്ലാൻ്റെ കാര്യം, എന്തായി നീ എവിടെ വരെയായി എൻ്റെ പ്രോഗ്രഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഡോണ്ട് വെയിറ്റ് ഫോർ ഇൻസ്പിറേഷൻ, സ്റ്റാർട്ട് ഡൂയിങ്. ഇൻസ്പിറേഷൻ വിൽ ഫൈൻഡ് യു. APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. സോ കീപ് സ്റ്റാർട്ട് ഡൂയിങ് റൈറ്റ് നൗ. ദ ബെസ്റ്റ് ടൈം ടു ഡു സംതിങ് ഈസ് റൈറ്റ് നൗ. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക.